ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഇൻറ്റേൺഷിപ്പിൻ്റെ വീഡിയോസ് തന്നെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ഇൻറ്റേൺഷിപ്പൊക്കെ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കേണ്ടത്, അതല്ല എൻ്റെ ഒരു മര്യാദ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിരുന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. എറണാകുളത്ത് വെച്ചിട്ടാട്ടോ കല്യാണം. എൻ്റെ ചെറിയമ്മയുടെ വീട് എറണാകുളത്താണ്. അപ്പോൾ ചെറിയമ്മയുടെ റിലേറ്റീവ്സിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കല്യാണം കൂടാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ എറണാകുളം വരെ, തൃശ്ശൂർ ടു എറണാകുളം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ചൂട്ടത്ത് നമ്മുടെ എന്താ പറയുക, എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചുരിദാറൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി നടക്കാട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരുക്കം. ഇതെൻ്റെ പഴയ ഡ്രസ്സാട്ടോ. ഞാൻ പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്താ പറയുക, പുതിയതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയൊരു ഡ്രസ്സാണ്. ബാക്കി 3 നമ്മുടെ എന്താ പറയുക, കല്യാൺ സാരീസിൻ്റെ പരസ്യം പോലെ സാരി കൊടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പിന്നാലെയുണ്ട്. അപ്പോൾ അമ്മയും ചെറിയമ്മയുടെ അമ്മ കേട്ടോ ഒരു ബ്ലൂ സാരി കണ്ടില്ലേ, അപ്പോൾ അത് ബ്ലൂ സാരി എടുത്തത് ചെറിയമ്മയുടെ അമ്മയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തിയിട്ടോ. ഓഡിറ്റോറിയത്തിലെത്തി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഒരു ഭാഗത്ത് പോയിരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ കറക്റ്റ് ദിവസം പറയുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നായിരുന്നു ഈ കല്യാണം ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടുത്തെ മേളം കാര്യം, ഞങ്ങളെല്ലാം തൃശ്ശൂർ പൂരത്തിനും പോകാറുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം എന്തായാലും ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇൻറ്റേൺഷിപ്പ് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ എന്താ പറയുക, എല്ലാ ദിവസവും ഞങ്ങളവിടെ എത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും സാരില്ല, പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം എന്നുള്ളൊരു ഇതിൽ എന്തായാലും വലിയ സുഖത്തിലല്ലല്ലോ തൃശ്ശൂർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പ്രാവശ്യം പോട്ടെ, അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. എന്തായാലും ലൈവായിട്ട് നമ്മൾ പൂരമൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്തായാലും അവരവിടെ ഇരുന്ന് കല്യാണം കഴിക്കട്ടെ, നമുക്ക് എന്തായാലും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സദ്യ കഴിക്കാം. അങ്ങനെ സദ്യകളായിട്ട് ഓരോന്ന് വരുന്നുണ്ട്. കുറേയധികം കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് പന്തിയാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകട്ടോ. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് പോയി, എന്നാലും സൈഡിൽ നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.